വേണോട്ടിന്ന് ലേറ്റ് ആണല്ല. കുറച്ച്. അവന്മാർ അതിന് ശേഷം വല്ല പ്രശ്നം ഉണ്ടാക്കിയാ? ഇല്ല. രണ്ടെണ്ണം അടിച്ച അവന്മാർ ഭയങ്കര കുഴപ്പാ. നിങ്ങളൊന്ന് പിടിച്ചതിന് ശേഷം പിന്നെ അവന്മാർ ആ പരിസരത്തേ കണ്ടില്ല. നന്നായി. ഇതിനൊന്ന് പെട്ടെന്നൊരു കവറിലാക്കി എടുത്തു. പുള്ളിയോ വേറെന്തോ പറഞ്ഞല്ലോ. എന്തുകൊണ്ടിട്ടാ ഇത്ര തിരക്കില്? ഓളാടെ തനിച്ചല്ലേ ഉള്ളൂ, ഓക്ക് ഞാനല്ലേ ഉള്ളൂ. അപ്പൊ ഓടി പോണ്ടേ? വേണോട്ടാ വീട്ടിലേക്കല്ലേ? ആണ് വെയിറ്റ് ചെയ്യ്, പൈസ നാളെ എടുക്കാം. അപ്പൊ ശരി. നല്ല ഹാപ്പി അല്ലേ വേണ്ടേ? നമ്മളെപ്പോഴും ഹാപ്പി അല്ലേ? അതെ അല്ലേ? വിട്ടോ പോവല്ലേ? ഇന്ന് നേരത്തെയാണല്ലേ? നല്ല ഫോമിലല്ല. ഓൻ എപ്പോഴാ ഫാം അല്ലാത്തത്? നിന്റെ തലയെങ്ങാ മസിലേതാ തിരിച്ചറിഞ്ഞില്ല പൊന്നു മോനെ. അത് നിങ്ങൾ തലകുത്തി വെക്കുന്നോണ്ട് തോന്നിയാന്ന്. എന്നാ ശരി വേണോട്ടാ, നമുക്ക് ഈ മതിലെല്ലാം പൊളിച്ചിട്ട് ആന മതിലാക്കണം വേണോട്ടാ. അതിന് നീ ഒന്ന് നേരെ നിന്നാ മതി. ടിവിയുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. മോൾ ഉറങ്ങിയ? വന്നേലേ കിടക്കുന്നുണ്ടായിന്. സ്കൂളിൽ ആരെങ്കിലും കമ്മലോ കാപ്പാടോ വെച്ചിട്ട് വന്നിട്ടുണ്ടാവും. മോളെ കണ്ണുറക്കല്ലേ. തങ്കമണി, ആ കണ്ണടി കൊണ്ടുവാ. കണ്ണുറക്കല്ലേ, കണ്ണാടി വരട്ടെ. ഇനി കണ്ണു തുറന്നോ മോളെ. ആഹാ, കൊള്ളാ. ഹായ്. എനിക്ക് ഈ കമ്മല വേണ്ട, എനിക്ക് തെത്തിന്റെ പോലത്തെ മതി. നല്ല പാങ്ങുണ്ട് മോളെ, ഇപ്പൊ നെയ്തിട്. അനക്ക് വേണ്ട. ഇതിട്ടിട്ട് ഇപ്പൊ മോളെ കാണാൻ എന്ത് പാങ്ങുണ്ടെന്നറിയോ? മേണിക്കാൻ പോകുമ്പോ ഓളെ കൂടി കൂട്ടായിരുന്നില്ലേ? നാളെ സ്കൂൾ അവധിയില്ലേ? ഉച്ചവരെ ഞാൻ ലീവ് എടുക്കാം. എന്നിട്ട് നമുക്ക് നീലേശ്വരത്ത് പോവാം. മോക്ക് ഇഷ്ടപ്പെട്ട കമ്മൽ മേണിക്കാം. ഇങ്ങനെ ചൊടിച്ചിട്ടിരിക്കല്ലേപ്പാ. നാളെ ഉറപ്പായിട്ടും പോവാം. മോക്ക് ഇഷ്ടപ്പെട്ട കമ്മൽ ഇട്ടിട്ട് നമ്മൾ തിരിച്ചു വരും. എന്നെ ഒരിക്കൽ വിശ്വസിക്കുറപ്പാ. നാളെ നോക്കിക്കോ, ഉറപ്പായിട്ടും നമ്മള് മോക്ക് ഇഷ്ടപ്പെട്ട കമ്മൽ മേണിക്കും.
പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ രഹസ്യങ്ങളിലൊന്നാണ് പ്രണയം. പ്രാണൻ പരസ്പരം സമ്മാനിക്കുന്ന സ്നേഹം. പ്രണയത്തെ നിർവചിക്കുക എളുപ്പമല്ല. ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും പ്രണയമുണ്ട്. കൊക്കുരുമിയിരിക്കുന്ന ഇണക്കുരുവികളിൽ, സ്വച്ഛം വിഹരിക്കുന്ന ഇണയാനകളിൽ, പൂക്കളിൽ മുത്തമിട്ട് മധുനുകരുന്ന പൂമ്പാറ്റയിൽ, ഇലച്ചാർത്തുകളിൽ മർമ്മരമുതിർത്ത് കുശലം ചൊല്ലുന്ന ഇളം കാറ്റ്. കൊറേ സമയല്ലേ ചിന്നുവിനെ കാത്തിട്ടുണ്ട്. നിങ്ങള് ബാക്കിലെത്തി, ഞാൻ കണ്ടു നിങ്ങളാ. എന്നെ കണ്ടല്ലേ? അപ്പാ ആ നല്ലൊരു ഓട്ടം കിട്ടിട്ട് ഒഴിവാക്കിട്ട് കാത്തക്കുന്ന എത്ര സമയം ഞാൻ. സാറിന് അവിടെ ഭയങ്കര തിരക്കുണ്ടായിനി. വണ്ടി പഠിച്ചു കുറച്ച് പഠിച്ചു. ഓട്ടോറിക്ഷ ഞാൻ പഠിപ്പിച്ചെത്തി. ഓട്ടോറിക്ഷ വേണ്ട, എനിക്ക് സ്കൂട്ടർ തന്നെ മതി. ഓ ചിന്നു, ഞാനൊരു കാര്യം പറയട്ടടാ. പറ. ഞാൻ നിന്റെ വീട്ടിലേക്ക് അന്വേഷിച്ചു വരട്ടെ. എന്തിന്? എന്തിനാ? കല്യാണത്തിന്. മംഗലം കഴിച്ചിട്ട് നിങ്ങൾ എങ്ങനെ എന്നെ നോക്കല്? ചിന്നു, എനിക്കില്ലേ വലിയ വീട് വേണം, കാറ് വേണം. മംഗലം കഴിച്ചിട്ട് പോകുമ്പില്ലേ കാതെല്ലാം കൗത്തെല്ലാം കൊറേ പൊന്നെല്ലാം വേണം. എന്റെ വീട്ടുകാരെ ചൊടിപ്പിച്ചിട്ട് വന്നാൽ ഇതെല്ലാം കിട്ടും എനിക്ക്? എന്റെ കൊന്നാലും ഇതെല്ലാം കിട്ടും എനിക്ക്. എന്താ കിട്ടുന്നു? ചിന്നു, ഞാൻ എന്താ പറഞ്ഞോണ്ടിക്കല്ല. ഒരു കാര്യം ചെയ്യും, എനിക്ക് ഞാൻ ഒരു അടിപൊളി സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെന്ന്? തരാ. നോക്കട്ടെ. പറ, നീ പറ. നോക്കട്ടല്ല, നോക്കട്ടെ. കാണിക്കുന്ന എങ്ങനെയുണ്ട്? ഇഷ്ടാ എനിക്ക്? നല്ല പാകണ്ട. ഇനി എന്തുകൊണ്ട്? എന്തൊക്കെ പറഞ്ഞോ? വേറൊന്നും വേണ്ട, ഞാൻ പറയാം. ഇനി എന്തെല്ലാം മേടിച്ചു ഞാൻ. അതെയാ? ആ ഭയങ്കരത്തിൽ മേടിച്ചു തരും. ചിന്നു, ഓക്കെ സാർ, ഒരാളെ സംശയമുണ്ട്. ഇത്തിരി സൈഡ് ഒന്ന് പൊയ്ക്കോട്ടെ. ഓക്കെ സാർ, ഓക്കെ സാർ. ഏയ് എങ്ങോട്ട് പോന്ന്? കമ്മല് മാറ്റി മേടിക്കാനാ മോളെ. കമ്മലോ? കള്ളം കരുതി പൊന്നെല്ലാം കൊണ്ടുപോയി. ഇനി എന്ത് ചെയ്യും? അങ്ങോട്ട് മാറിക്ക്. അല്ല, അങ്ങോട്ട് മാറിക്ക്, അങ്ങോട്ട് മാറിക്ക്. ഇതാണോ? ഇതൊന്ന് വെച്ച് നോക്കിയേ. ചോദിക്കോ? ആ വേണോട്ടാ, ഇവിടെ കള്ളം കയറിട്ട് ആ കുലുമാലേറ്റല്ലേ ഇങ്ങടെ ഇല്ലേ? ഞാൻ ഇപ്പുറത്തേക്ക് വന്നടാ, നീ ആ രാജാ ജൂവലറിലോട്ട് വാ. അച്ഛൻ പുറത്ത് നിൽക്കാം മോളെ. പാങ്ങില്ല. കിട്ടാൻ കുറച്ച് സമയം എടുത്തിട്ട് മോളെ കാര്യല്ലേ, നടക്കട്ടെ. അങ്ങളെ, ഈ ജിമ്മിക്ക് പോലത്തെ കമ്മലുണ്ടാ? ഉണ്ടല്ലോ. ആ ഇതിൽ നോക്കിയേ. ഇതൊന്ന് മാറിയെടുക്കണം. മാറിയെടുക്കുമ്പോ പൈസ കുറച്ചൊന്ന് കുറയും. നിങ്ങൾ വാങ്ങിയത്ര പൈസ എന്തായാലും കിട്ടൂല. ഇന്നലെ മേടിച്ചൊരു ഇന്നേ കുറയോ? അത് നോക്കാം. അഖിലേ, ഇതൊന്ന് നോക്കിട്ട് ചോറുണ്ടേ ഇല്ലേ? അല്ലേ?